ഹലോ ഫ്രണ്ട്സ്, ഗണേഷ് കെ ബാബു തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത് 2023 റിലീസായ തമിഴ് മൂവിയാണ് ഡാഡ. മണികണ്ഠനും സിന്ധുവും ഫൈനൽ ഇയർ കോളേജ് പ്രണയത്തിലായിരിക്കുമ്പോൾ സിന്ധു അപ്രതീക്ഷിതമായി ഗർഭിണിയാകുന്നു. തുടക്കത്തിൽ ഗർഭചിത്രം നടത്താൻ മണികണ്ഠൻ ആവശ്യപ്പെട്ടെങ്കിലും സിന്ധു അത് നിരസിക്കുന്നു. അപ്രതീക്ഷിതമായി ഈ വെല്ലുവിളികൾ നേരിട്ട് അവർ ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിക്കുന്നു. പെട്ടെന്നുണ്ടായ ഈ സാഹചര്യത്തിൽ മുതിർന്നവരുടെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ മണികണ്ഠൻ ബുദ്ധിമുട്ടുന്നു. സിന്ധുവിന്റെ ഗർഭകാലത്ത് അവൻ മദ്യത്തിന് അടിമയാവുകയും ഉത്തരവാദിത്തമില്ലാതെ പെരുമാറുകയും ചെയ്യുന്നു. ഇത് വഴക്കുകളിലേക്കും അവരുടെ ബന്ധത്തിൽ വിള്ളലുണ്ടാക്കുന്നതിലേക്കും നയിക്കുന്നു. സിന്ധു കുഞ്ഞിന് ജന്മം നൽകിയ ശേഷം അവൾ കുഞ്ഞിനെ ഉപേക്ഷിച്ചു പോയതായി മണികണ്ഠൻ കണ്ടെത്തുന്നു. തന്റെ മോശം സാമ്പത്തിക സാഹചര്യങ്ങൾക്കിടയിലും മകനായ ആദിത്യനെ ഒറ്റയ്ക്ക് വളർത്താൻ അവൻ നിർബന്ധിതനാകുന്നു. വർഷങ്ങൾ കടന്നുപോകുന്നു. മണികണ്ഠൻ ആദിത്യനെ നല്ലൊരു കുട്ടിയായി വളർത്തുന്നു. അവൻ ഉത്തരവാദിത്തമുള്ള സ്നേഹമുള്ള ഒരു പിതാവാകുന്നു. മണികണ്ഠന് പുതിയ ജോലി ലഭിക്കുകയും അവിടെ വെച്ച് സിന്ധുവിനെ കണ്ടുമുട്ടുകയും ചെയ്യുന്നു. അവൾ ഇപ്പോൾ തന്റെ മാനേജറാണെന്ന് എന്ന് മനസ്സിലായപ്പോൾ അവൻ തുടക്കത്തിൽ അസ്വസ്ഥനാകുന്നു. എന്നാൽ പിന്നീട് അവളോടൊപ്പം ജോലി ചെയ്യാൻ തന്റെ മകനു വേണ്ടി അവൻ നിർബന്ധിതനാകുന്നു. ഒരു ദിവസം മണികണ്ഠൻ ആദിത്യനെ ഓഫീസിലേക്ക് കൊണ്ടുവരുന്നു. ഓഫീസിൽ വെച്ച് സിന്ധു ആദിത്യനെ കണ്ടുമുട്ടുന്നു. സിന്ധു അവനോട് അവന്റെ പേര് ചോദിക്കുമ്പോൾ അവൻ ആദിത്യൻ എന്ന് പറയുന്നു. മണികണ്ഠൻ തന്റെ പിതാവാണെന്ന് ആദിത്യൻ സിന്ധുവിനോട് പറയുന്നു. ആദിത്യൻ തന്റെ മകനാണെന്ന് സിന്ധുവിന് അപ്പോൾ മനസ്സിലാകുന്നു. ഗർഭചിത്രം നടത്താൻ താൻ നിർബന്ധിച്ചിട്ടും കുഞ്ഞിനെ ഉപേക്ഷിച്ച് പോയതിനെക്കുറിച്ച് മണികണ്ഠൻ സിന്ധുവിനോട് ചോദിക്കുന്നു. കുഞ്ഞ് മരിച്ചെന്ന് മാതാപിതാക്കൾ തന്നെ തെറ്റിദ്ധരിപ്പിച്ചെന്നും ഗർഭകാലത്ത് മണികണ്ഠന്റെ ഉത്തരവാദിത്തമില്ലായ്മയാണ് കുഞ്ഞിന്റെ മരണത്തിന് കാരണമെന്ന് വിശ്വസിച്ചത് കൊണ്ടാണ് താൻ അവനെ ഉപേക്ഷിച്ചതെന്നും സിന്ധു വെളിപ്പെടുത്തുന്നു. തെറ്റിദ്ധാരണകൾ നീങ്ങിയതിനു ശേഷം ആദിത്യൻ, സിന്ധു, മണികണ്ഠൻ എന്നിവർ ഒരു കുടുംബമായി വീണ്ടും ഒന്നിക്കുന്നു. ഇതുപോലുള്ള മൂവീസ് ആൻഡ് വൺ ലൈൻ സ്റ്റോറീസ് അറിയാൻ നമ്മുടെ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. താങ്ക് യു ഫ്രണ്ട്സ്.